Hi friends, welcome back to our channel. ആറാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റായ ഏർലി സ്റ്റേറ്റ്, ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നതാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളും, അതായത് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പാഠവിശദീകരണവും അതുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ ഒരുപാട് വർക്ക്ഷീറ്റ് പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനും നമ്മൾ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചധികം വലിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പകുതിയായിട്ട് പാർട്ട് കുറച്ചായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും നിങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ടോപ്പിക്കിലേക്ക് നിങ്ങൾ പോകാൻ. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഇംഗ്ലീഷ് എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെ എല്ലാ പാഠവിശദീകരണവും അതുപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അതും കൂടെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിനി പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേര് ഏർലി സ്റ്റേറ്റ്. ഓക്കെ, then here the picture of Tingal Meadow Government School are very happy. Everyone has reached the conference hall to watch the podcast of the cultural exchange program. അതായത് തിങ്കൾമേട് എന്ന് പറയുന്ന ആ സ്കൂളിലെ കുട്ടികൾ വളരെയധികം ഹാപ്പിയാണ്. അവരെല്ലാവരും കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം, അതായത് സാംസ്കാരിക വിനിമയ പരിപാടി, മലയാള പരിഭാഷണക്കുള്ള സംരക്ഷണം കാണാൻ എല്ലാവരും കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദ ഹെഡ് മാസ്റ്റർ ബിഗാൻ ടു സ്പീക്ക്, അതായത് ഹെഡ് മാസ്റ്റർ സംസാരിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ള ബോക്സിൽ. ഡിയർ ചിൽഡ്രൻസ്, അതായത് പ്രിയപ്പെട്ട കുട്ടികളെ, ഹാവ് യു റീഡ് അബൌട്ട് ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം? നിങ്ങൾ സാംസ്കാരിക വിനിമയ പരിപാടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ദിസ് പ്രോഗ്രാം ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് റീജിയൻസ്. അപ്പോൾ ഈ പരിപാടി വിവിധ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ പ്രദേശങ്ങളുടെയും ചരിത്രം, ഹിസ്റ്ററിയും അതുപോലെ തന്നെ അവരുടെ സംസ്കാരവും ഒക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുന്നത്. എവ്രി ഇയർ സച്ച് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ആർ organized, bringing together students representatives from various countries. അതായത് എല്ലാ വർഷവും വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. This year, students represent from Greece, Iran and Italy participated in the program organized by India. അതായത് ഇന്ത്യ നടക്കുന്ന പരിപാടിയിൽ ഈ വർഷം ഗ്രീസ്, ഇറ്റലി, ഇറാൻ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്ത്യ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. Then each representative shared the history and culture of their respective country. Let's explore them. അപ്പോൾ ഓരോ രാജ്യത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അവരുടെ പ്രതിനിധി എന്ന രീതിയിൽ അവരുടെ ആ രാജ്യത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഹിസ്റ്ററിയെ പറ്റിയിട്ടും ചരിത്രത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ സംസ്കാരവും പങ്കുവെക്കുന്നതാണ് നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പരിചയപ്പെടാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക്, ആ പാഠം തുടങ്ങുമ്പോൾ തന്നെ വിവിധ കുട്ടികൾ കൊടുത്തിട്ടുള്ള ഒരു ചിത്രവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. Then Athena from Greece shared the details of her home country by displaying the Olympic symbol. അതായത് ഗ്രീസിൽ നിന്നുള്ള ഒരു അഥീന എന്ന് പറയുന്ന കുട്ടി ഒളിമ്പിക് ചിഹ്നം, അതായത് ആ സിമ്പിൾ ഡിസ്പ്ലേ ചെയ്തിട്ട് അവരുടെ സ്വന്തം നാടിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Friends, are you familiar with the symbol? The Olympics in which the whole world enthusiastically participates today, originating in ancient Greece. The democracy that originates in Greece, Greek city-state of Athens, is our greatest contribution to the world. അതായത് നിങ്ങൾ ഈ ചിഹ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ളതാകും. ഇന്ന് ലോകം മുഴുവൻ വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സ് ആരംഭം കുറിച്ചത് എവിടെ നിന്നാണ്? ഏൻഷ്യൻ ഗ്രീസിൽ നിന്നാണ്. അതായത് ഗ്രീക്ക് എന്ന് പറയുന്നത്, ഗ്രീക്കിലെ ഏഥൻസ് എന്ന് പറയുന്നതിൽ ഉടലെടുത്തിട്ടുള്ള ഒരു ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് തന്നെ ഏറ്റവും വലിയൊരു സംഭാവനയായി നൽകിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. Greece is located in the southeastern Europe. My country is rich in geographical features such as isolated valleys located in high above the sea level, hills and small mountains. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന സ്ഥിതി ചെയ്യുന്ന ഒരുപാട് ഐസൊലേറ്റഡ്
നല്ല വാലീസും അതുപോലെ തന്നെ എന്താണ് കുന്നുകളും അതുപോലെ തന്നെ ഒരുപാട് ജോഗ്രഫിക്കൽ സവിശേഷതകളൊക്കെ ഉള്ള സമ്പന്നമായ രാജ്യമാണ് ഞങ്ങളുടേതെന്ന് പറയുകയാണ്. ദെൻ യു ഹാവ് ലിസൺ ദ അഥീനാസ് ഡിസ്ക്രിപ്ഷൻ. വാട്ട് ആർ ദ ഡീറ്റെയിൽസ് യു ഹാവ് ഗോട്ട് ഫ്രം ഇറ്റ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്? ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഇൻ ഏൻഷ്യൻ ഗ്രീൻസിൽ നിന്നാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ മനസ്സിലായി? അതായത് ഗ്രീസ് ഈസ് എ കൺട്രി ഇൻ സൗത്ത് ഈസ്റ്റേൺ കൺട്രി. അതുപോലെ തന്നെ എന്താണ് മോഡേൺ ഡെമോക്രസീസ് ബിഗാൻ ഇൻ ദ സിറ്റി സ്റ്റേറ്റ് ഓഫ് ഏഥൻസ് ഇൻ ഗ്രീസ്. ലെറ്റ്സ് എക്സ്പ്ലോർ മോർ അബൌട്ട് ഏൻഷ്യൻ ഗ്രീൻസ്. അപ്പോൾ നമുക്കിനി ഏൻഷ്യൻ ഗ്രീൻസിനെ കുറിച്ച് കുറച്ച് വിവരം കൂടി നമുക്ക് പരിശോധിക്കാം, നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്, അതായത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഏൻഷ്യൻ ഗ്രീസ് ദ വില്ലേജസ് വർ ദ മെയിൻ സെറ്റിൽമെൻറ്റ്. അതായത് പണ്ട് ഏൻഷ്യൻ ആയിട്ടുള്ള ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന ഒരു മെയിൻ സെറ്റിൽമെൻറ്റ്, അതായത് പ്രധാന അധിവാസ കേന്ദ്രങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ആസ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഡെവലപ്ഡ് സിറ്റി വർ ഫോംഡ്. അതിനുശേഷം അഗ്രികൾച്ചർ, കൃഷിയും അതുപോലെ തന്നെ കച്ചവടവും ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് നഗരങ്ങൾ, സിറ്റീസ് രൂപപ്പെട്ടത്. ഇവൻച്വലി എ സിറ്റി ആൻഡ് എ നമ്പർ ഓഫ് സറൗണ്ടിങ്സ് villages came together and began to transform into city states. അപ്പോൾ അതിനുശേഷം പിന്നീട് എന്താണ് കാലക്രമേണ നഗരവും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളും എല്ലാം ഒത്തുചേർന്നിട്ട് ഒരു എന്താണ് സിറ്റി സ്റ്റേറ്റ് ആയി മാറി. ദിസ് സിറ്റി സ്റ്റേറ്റ് വർ നോൺ ആസ് പോളീസ്. അപ്പോൾ ഈ സിറ്റി സ്റ്റേറ്റിനെയാണ് നമ്മൾ പോളീസ് എന്ന് പറയുന്നത്, അറിയപ്പെടുന്നത്. എക്സാമിൻ മാപ്പ് 2.1 ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ സിറ്റി സ്റ്റേറ്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. അതായത് ആ മാപ്പ് മനസ്സിലാക്കിയിട്ട് അത് പ്രധാന മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാനാണ്. നമ്മൾ ആ മാപ്പ് നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലാവും കൊറിൻ, തീബ്സ്, ഏഥൻസ്, സ്പാർട്ട എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്, മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ സീറ്റ്സ് ഓർ ഹൈ മൗണ്ടൻസ് സെപ്പറേറ്റഡ് ദിസ് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഏൻഷ്യൻ ഗ്രീസ് ഫ്രം ഈച്ച് അതർ. അതായത് ഈ കടലുകളും അതുപോലെ തന്നെ ഈ ഉയർന്ന പർവ്വതങ്ങളുമൊക്കെ ഏൻഷ്യൻ ഗ്രീസിലെ ഈ സിറ്റി സ്റ്റേറ്റ്സിനെ തമ്മിൽ വേർതിരിച്ചിരുന്നു. ഓക്കെ, ദെൻ സോ ഈച്ച് സിറ്റി സ്റ്റേറ്റ് വാസ് ഐസൊലേറ്റഡ്. അതുകൊണ്ട് തന്നെ ഓരോ സിറ്റി സ്റ്റേറ്റും എന്താണ് ഐസൊലേറ്റഡ് ആയിരുന്നു, അതായത് ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ദെൻ ബിക്കോസ് ഓഫ് ദിസ് എ യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വാസ് ആബ്സെൻറ്റ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. ഏഥൻസ് ആൻഡ് സ്പാർട്ട വർ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു പൊതുഭരണ സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല പണ്ടുള്ള ഗ്രീസിൽ, ഏൻഷ്യൻ ഗ്രീസിൽ. അതുപോലെ തന്നെ ഗ്രീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസ് ആയിരുന്നു ഏതൊക്കെ? മേജർ സിറ്റി സ്റ്റേറ്റ്സ് ആയിരുന്നു ഏഥൻസും സ്പാർട്ട എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഏഥൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഹൗ ഡു യു ചൂസ് യുവർ ക്ലാസ് ലീഡർ ആൻഡ് സ്കൂൾ ലീഡർ. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ലീഡറിനെയും സ്കൂൾ ലീഡറെയും തിരഞ്ഞെടുക്കുന്നത്? ത്രൂ ദ കളക്റ്റീവ് ഡിസിഷൻസ് ഓർ വോട്ടിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള കൂട്ടമായിട്ടുള്ള തീരുമാനങ്ങളുടെയും ആയിരിക്കും അല്ലേ. ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സിസ്റ്റം ബൈ വിച്ച് ദ പീപ്പിൾ എലക്ട് ദെയർ റൂളേഴ്സ് ഇൻ ദിസ് വേ. അപ്പോൾ ഇതുപോലെ ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ സംവിധാനത്തെ പറയുന്ന പേരെന്താണ്? ഡെമോക്രസി എന്നാണ്. ദെൻ in the initial form of democracy originated the Greek city of Athens. All men having citizenship in Athens participated in electing the rulers and making laws. അതായത് ഇതുപോലെ ജനാധിപത്യത്തിൻ്റെ ഒരു ഫസ്റ്റ് ആയിട്ട് ഉടലെടുത്തിട്ടുള്ളത് ഗ്രീക്ക് എന്ന് പറയുന്ന ഏഥൻസിലായിരുന്നു. ദെൻ അവിടുത്തെ ഭരണകർത്താക്കളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അവിടെ ഏഥൻസിലുള്ള മെന്നും, അതായത് എല്ലാ പുരുഷന്മാരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? അതായത് വുമൺ സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. അതായത് സ്ത്രീകൾക്ക്, അടിമകൾക്ക്, അതുപോലെ തന്നെ വിദേശികൾക്കൊന്നും അവിടെ പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് എന്താണ് പെരിക്ലിസ്, അതായത് ഏഥൻസിലുള്ള പെരിക്ലിസ് ദ ഡെമോക്രസി ബിഗാൻ ടു എക്സ്പാൻഡ് ഇൻ ഏഥൻസ്. ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏഥൻസ് വാസ് നോൺ ആസ് ദ അസംബ്ലി. അതായത് ഏത് സമയത്ത്? പെരിക്ലിസിൻ്റെ കാലത്തായിരുന്നു ഏഥൻസിൽ ജനാധിപത്യം, ഡെമോക്രസി കുറച്ചും കൂടി വിപുലമാവുകയും അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ സഭയെ, അതായത് പൊളിറ്റിക്കൽ ബോഡിയെ പറയുന്നത് അസംബ്ലി
എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദെൻ നൗ ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് അതർ ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ്. ഏതൻസിലെ മറ്റുള്ള സവിശേഷതകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ്? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദ ഹാവ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. അതായത് അവർ ആർട്ടിനും കൾച്ചറിനും ഒക്കെ ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദെൻ 2 years ഓഫ് കമ്പൽസറി മിലിറ്ററി സർവീസ് ഫോർ ബോയ്സ്. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധമായ ഒരു മിലിറ്ററി സർവീസ്, സൈനിക സേവനം ഉണ്ടായിരുന്നു. ദെൻ അടുത്ത പോയിന്റ്, എ സ്ട്രോങ് നേവി ആൻഡ് മിലിറ്ററി. നല്ല ശക്തമായ കപ്പൽ പടയും അതുപോലെ തന്നെ സൈനിക വ്യൂഹവും അവരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഏതൻസിലെ ഒരു ക്യാരക്ടറൈസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ അടുത്തത് പറയുന്നതാണ് അതാണ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പരീക്ഷയിൽ ചോദിക്കില്ല, എന്നാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതും കൂടി വായിച്ച് നമ്മുടെ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് വായിക്കാത്തത്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പാർട്ടയെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താ പറയുന്നത്, അൺലൈക്ക് ഏതൻസ് സ്പാർട്ട ഹാഡ് എ അരിസ്റ്റോക്രാറ്റിക് റൂൾ. അതായത് എന്താണ്, അവർക്ക് എന്ത് റൂളായിരുന്നു? ഒരു പ്രഭു ഭരണമായിരുന്നു സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. ഓക്കെ, then the education system that exists in Sparta emphasized the traditional values and military training. അതായത് അവരുടെ ഒരു വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് എന്തായിരുന്നു? പരമ്പരാഗത മൂല്യങ്ങളും അതുപോലെ തന്നെ ഈ സൈനിക പരിശീലനങ്ങളും ഒക്കെ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്റ്റൈലായിരുന്നു അവിടെ. ഇൻ സ്പാർട്ട ബോയ്സ് were required to serve in military for the 23 years. അതായത് ആൺകുട്ടികൾ 23 വർഷത്തെ ഒരു സൈനിക സേവനം എന്ന് പറയുന്നത് അവിടെ നിർബന്ധമായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു അവിടുത്തെ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ അടുത്തത് നമുക്കൊരു വർക്ക് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. പ്രസന്റ് ദ ക്യാരക്ടറൈസിക്സ് ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട ഇൻ ഡയലോഗ് ഫോം. അതായത് ഒരു ഡയലോഗ് ഫോമിൽ അവതരിപ്പിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫണ്ണായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അവർ കൺട്രി ഈസ് നോൺ ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ ഏതൻസിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പാർട്ടയെ കുറിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഡയലോഗ് അവിടെ എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും മതി. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് താഴെ, ദ പേർഷ്യൻ എംപയർ വിച്ച് ഹാസ് ദ ഹോസ്റ്റൽ ടു ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് വാസ് ഇൻഫാഡഡ് ആൻഡ് കോൺക്വേർഡ് ബൈ ദ കമ്പൈൻ ആർമി ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട. അതായത് ഗ്രീക്കിലുണ്ടായിട്ടുണ്ടായിരുന്ന ശത്രുവായിരുന്നു ആരെന്ന് പറയുന്നത്? പേർഷ്യൻ എംപയർ, പേർഷ്യൻ സാമ്രാജ്യത്തെ, അതായത് നമ്മുടെ ഏതൻസിൻ്റെയും സ്പാർട്ടിൻ്റെയും ഒപ്പം കൂടിയിട്ടുള്ള ആ ഒരു സംയുക്ത സൈന്യം ആക്രമിച്ചിട്ട് എന്തായാലും അവരെ കീഴടക്കി എന്നാണ് പറയുന്നത്. ദിസ് വാർ നോൺ ആസ് ദ ഗ്രീക്കോ പേർഷ്യൻ വാർ. അപ്പോൾ ഈ ഒരു യുദ്ധത്തെയാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. വാട്ട് ഈസ് നോൺ ആസ് ദ ഗ്രീക്ക് പേർഷ്യൻ വാർസ് എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. Then, but later Sparta, which became the hostel to Athens, formed an alliance with the certain city-states and waged war against Athens. അതിനുശേഷം ഏതൻസുമായിട്ടൊരു ശത്രുതയിലായി ആര്? സ്പാർട്ടയും. അപ്പോൾ സ്പാർട്ടയുമായുള്ള സംഖ്യത്തിലായിരുന്ന ചില മറ്റുള്ള സ്റ്റേറ്റ്സ് അവരുമായി ചേർന്നിട്ട് ഏതൻസിനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. Then, in this war known as Peloponnesian War, Sparta emerged in victorious. അപ്പോൾ ഈ ഒരു യുദ്ധത്തെയാണ് നമ്മൾ പെലോപ്പേഷ്യൻ യുദ്ധം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? നമ്മുടെ സ്പാർട്ട എന്ന് പറയുന്ന നമ്മുടെ സ്ഥലമാണ് നമ്മൾ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ തമ്മിലൊരു യുദ്ധത്തെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 യുദ്ധം പഠിച്ചു, ഗ്രീക്കോ പേർഷ്യൻ വാർ ആൻഡ് പെലോപ്പേഷ്യൻ വാർ. അപ്പോൾ ഇതും എന്താണ്, ഈ ബോക്സും നമുക്കധികം പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാത്തൊരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് വായിച്ചാൽ മതി. ഓക്കെ, അതായത് മാരത്തോൺ റൈസ്, അതുപോലെ തന്നെ ഹെറോഡോയ്സും, അതുപോലെ തന്നെ എന്താണ് തൂസിഡൈസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഗ്രീസിലുണ്ടായിരുന്ന ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആരൊക്കെയാണ്? അതായത് സോക്രട്ടീസ്, അതുപോലെ തന്നെ ആരാണ്? അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ were the major Greek philosophers who have ഇൻഫ്ലുവൻസ് ദ വേൾഡ്. അതായത് ലോകത്തെ തന്നെ സ്വാധീനിച്ചിട്ടുള്ള പ്രധാന ഒരു ഫിലോസഫേഴ്സാണ് നമ്മളുടെ ആരൊക്കെ? അതായത് സോക്രട്ടീസ്, അതുപോലെ തന്നെ പ്ലാറ്റോ, അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ആദ്യത്തെ വ്യക്തിയെ കുറിച്ച് എംഫസൈസ് ദ നോളജ് ഈസ് എ വെർച്വൽ. അതായത് അറിവാണ് നന്മ എന്ന തത്വം ആദ്യമായിട്ട് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ആര്? സോക്രട്ടീസ് എന്ന് പറയുന്നത്. ദെൻ പ്രൊപ്പഗേറ്റ് ദ ഐഡിയാസ് ത്രൂ ദ മെത്തേഡ് ഓഫ് ലോജിക്കൽ ഡിസ്കഷൻ.
ഡിസ്കഷൻസ് എന്താണ് അദ്ദേഹം എന്താണ് ആ സംവാദ രീതിയിലൂടെ ആശയങ്ങൾ എല്ലായിടത്തും പ്രചരിപ്പിച്ച വ്യക്തിയാണ് സോക്രട്ടീസ്. ദെൻ പ്ലാറ്റോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസിപ്പിൾ ഓഫ് എന്താണ് അതായത് സ്ക്രോട്ടൈറ്റ്സ്, അതായത് സ്ക്രോട്ടീസത്തിൻ്റെ ശിഷ്യനായിരുന്നു ആര്, പ്ലാറ്റോ എന്ന് പറയുന്ന വ്യക്തി. ദെൻ അക്കാഡമി, ഫൗണ്ടർ സ്റ്റഡി സെൻറ്റർ കോൾഡ് അക്കാഡമി, അദ്ദേഹം എന്താണ് ഒരു പഠന കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ദെൻ ദ ഫേമസ് വർക്ക് ദ റിപ്പബ്ലിക് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതി എന്ന് പറയുന്നത്. ദെൻ അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് സ്റ്റുഡൻറ്റ് ഓഫ് എ പ്ലാറ്റോ അറ്റ് ദ അക്കാഡമി, അതായത് പ്ലാറ്റോൻ്റെ അക്കാഡമിയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ആര്, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. ദെൻ എസ്റ്റാബ്ലിഷ് ദ സ്റ്റഡി സെൻറ്റർ കോൾഡ് ലൈസിയം, അതായത് ലൈസിയം എന്ന് പറയുന്ന ഒരു പഠന കേന്ദ്രം അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓതർ ഓഫ് ദ ബുക്ക് പൊളിറ്റിക്സിൻ്റെ എന്താണ് രചയിതാവാണ് ആര്, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഡീറ്റെയിൽസ് അബൌട്ട് ഏൻഷ്യൻ ഗ്രീക്ക് കൾച്ചർ ആർ ഒബ്റ്റെയിൻ ഫ്രം ദ ഹോമേഴ്സ് എപ്പിക് പോംസ്, ദ ഇലിയാഡ് ആൻഡ് ദ ഒഡിസി. അതായത് എന്താണ് പറയുന്നത്, അതായത് ഇവിടെ ഇത് പഠിക്കേണ്ടതെന്നല്ല, അതായത് ഇവിടെ എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പണ്ട് കാലത്തുള്ള പുരാതന ഏൻഷ്യൻ ഗ്രീക്കിലെ സംസ്കാരത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ, അതായത് ഹോമോറിൻ്റെ ഇതിഹാസങ്ങൾ എന്ന് പറയുന്ന ഇലിയഡ് എന്ന് പറയുന്നതും ഒഡീസി എന്ന് പറയുന്നവയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ അടുത്തൊരു പഠിക്കാൻ പോകുന്ന ഭാഗമാണ് പേർഷ്യൻ എംപയറിനെ കുറിച്ചിട്ട്. Then the topic Persian Empire. Then friends, our country Iran has a Persian cultural heritage. The Persian Empire was the most important empire that existed at that time. അതായത് ഇനി അടുത്ത കുട്ടി പറയാണ് ഞങ്ങളുടെ രാജ്യമായിട്ടുള്ള ഇറാൻ പേർഷ്യയിലെ ഒരു പേർഷ്യൻ എന്ന കൾച്ചറൽ ഹെറിറ്റേജ് ആണ്, പൈതൃകമായിട്ട് സാംസ്കാരിക പൈതൃകമായിട്ട് ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ദ പേർഷ്യൻ എംപയർ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എംപയർ, അക്കാലത്തുണ്ടായിരുന്ന ഒരുപാട് വലിയ പ്രധാനപ്പെട്ട സാമ്രാജ്യം എംപയറുകളിൽ ഒന്നാണ് ഞങ്ങളുടെ പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത്. ദെൻ ദ പേർഷ്യൻ എംപയർ വാസ് എ മിക്സ്ചർ ഓഫ് ഡൈവേഴ്സ് കൾച്ചേഴ്സ്, ലാംഗ്വേജ് ആൻഡ് ട്രഡീഷൻസ് ആർ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ടെറിട്ടറീസ് വാസ് എ പാർട്ട് ഓഫ് ദിസ് എംപയർ. അതായത് ഒരുപാട് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അതുപോലെ തന്നെയുള്ള ഒരു വൈവിധ്യം, ഡൈവേഴ്സ് ആയിട്ടുള്ള ഭാഷയും പാരമ്പര്യവും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരിതാണ് എന്ത് പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർസെപോളിസ് എന്ന് പറയുന്ന അതിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. പെർസെപോളിസ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ എംപയർ, അതായത് പെർസെപോളിസ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിട്ട് ആ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക. യു ഹാവ് ലിസൺ ദ ജഹാൻസ് ഡിസ്ക്രിപ്ഷൻസ് ഹു റെപ്രസെൻറ്റ് ദ ഇറാൻ ഇൻ ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. അതായത് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ജഹാനാണ് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതിനിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദ ഐഡിയാസ് വി ഗെറ്റ് ഫ്രം ജഹാൻസ് ഡിസ്ക്രിപ്ഷൻസ്. ജഹാൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, ഇറാൻ ഈസ് എ കൺട്രി വിത്ത് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ്, അതുപോലെ തന്നെ മോഡേൺ ഇറാൻ ഈസ് എ പാർട്ട് ഓഫ് ഏൻഷ്യൻ പേർഷ്യൻ എംപയർ ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഒരുപാട് എന്താ പറയുക പെർസെപോളിസ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് പേർഷ്യൻ എംപയർ, അതെല്ലാം ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. Then next, the prominent rulers of the Persia were Cyrus, Darian I and Xerxes. അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു ആര്, സൈറസ്, അതുപോലെ തന്നെ ദാരിയസ് ഫസ്റ്റ്, അതുപോലെ തന്നെ സെർക്സിസ് എന്ന് പറയുന്ന വ്യക്തി. ദെൻ ഹിയർ ദ പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതായത് എന്തൊക്കെ ക്യാരക്ടറൈസിക്സ് ആണ് പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലുള്ളത്. ദ വാസ്റ്റ് എംപയർ was divided into several satrapies, അതായത് provinces for the administrative convenience, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഭരണ സൗകര്യത്തിനായിട്ട് വിശാലമായിട്ടുള്ള ആ സാമ്രാജ്യത്തെ നിരവധി സത്രപതി ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ദിസ് സത്രപീസ് were under the governors known as സത്രാസ്. അതായത് ഈ സത്രപ്പ് എന്നറിയപ്പെടുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു എന്ത് സത്രപ്പികൾ എന്ന് പറയുന്നത്. ദിസ് സത്രാപ്സ് എൻഫോഴ്സ്ഡ് ദ ലോസ് ആൻഡ് ടാക്സ് സിസ്റ്റംസ് ഓഫ് ദ കിങ് ഇൻ സത്രപ്പീസ്. അതായത് ഈ സത്രന്മാർ രാജാവിൻ്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ എന്താണ് നിയമങ്ങളും അതുപോലെ തന്നെ ആ നികുതി, അതൊക്കെ സത്രപ്പികളിൽ നടപ്പിലാക്കിയിരുന്നത്. ഞാൻ അടുത്തത് എന്താണ് പറയുന്നത്, next topic, Zoroastrian philosophy. The Zoroastrian philosophy originated in Persia. പേർഷ്യയിൽ നിന്നാണ് അതായത് Zoroastrian philosophy രൂപം കൊണ്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ ക്യാരക്ടറൈസിക്സ് ആണ് പറയുന്നത്. ഫൗണ്ടഡ് ബൈ ആരാണ്, സെറോസ്റ്റർ, അതായത് സെറോസ്റ്റർ എന്ന് പറയുന്നവരാണ് അതിൻ്റെ സ്ഥാപകർ എന്ന് പറയുന്നത്. ബിലീവ് ഇൻ വൺ ഗോഡ് കോൾഡ് ആരാണ്, അതായത് അവർ
അഹുറ മസ്ദ എന്ന് പറയുന്ന ആ ഒരു ഗോഡിലായിരുന്നവർ, അതായത് അഹുരാസ്ത എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഏക ദൈവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. സെൻ അവസ്റ്റ വാസ് ദ റിലീജിയൻ ടെക്സ്റ്റ്, അവരുടെ ഒരു മതഗ്രന്ഥമായിരുന്നു സെൻ അവസ്ഥ എന്ന് പറയുന്നത്. ദെൻ അതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പേർഷ്യൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം പഠിച്ചു, അതുപോലെ തന്നെ സെറോസ്ട്രിയൻ ഫിലോസഫി പഠിച്ചു. ദെൻ ഹിയർ ദ പ്രിപ്പയർ എ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ടു ഓർഗനൈസ് എ ക്യൂസ് ഓൺ ദ പേർഷ്യൻ എംപയർ ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് പേർഷ്യ, ഹു വാസ് നോൺ ആസ് ട്രാപ്സ്, അതുപോലെ തന്നെ പേർഷ്യ ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് മോഡേൺ കൺട്രി, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തൊരു എംപയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, റോമൻ എംപയർ. അപ്പോൾ ഗ്രീസ് പഠിച്ചു, പേർഷ്യ പഠിച്ചു, ഇനി റോമൻ ആണ്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് എലീന, അതായത് എൻ്റെ പേര് എലീന എന്നാണ്. മൈ കൺട്രി ഇറ്റലി വാസ് എ പാർട്ട് ഓഫ് റോമൻ എംപയർ. എൻ്റെ രാജ്യമായ ഇറ്റലി റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ദ സിറ്റി ഓഫ് റോം ഈസ് കൺസിഡേർഡ് ടു ബി ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ, അതായത് നമ്മുടെ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഒരു ജന്മസ്ഥലമായിട്ടാണ് റോം സിറ്റി കണക്കാക്കപ്പെടുന്നത്. The expression all roads led to Rome itself indicates the importance of this empire. അതായത് എല്ലാ പാതകളും റോമിലേക്ക് എന്ന ആ പ്രയോഗം അത് തന്നെ ആ സാമ്രാജ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണ്. all roads led to Rome. Rome was a monarchy, അതായത് റോമിൽ എന്താണ് മൊണാർക്കി, അതായത് രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. Then however in the course of time the rebellions arose against the rulers who were not concerned about the people and monarchy entered in the 16th century BCE. അപ്പോൾ അവിടെ എന്താണ് രാജഭരണമായിരുന്നു, പക്ഷെ ആ കാലക്രമേണ ആ പ്രജാതൽപരിൽ എന്താണ് ഭരണാധികാരികൾക്കെതിരെ ഒരുപാട് റെബല്യൻ കലാപങ്ങളൊക്കെ ഉയർന്നു വരികയും അങ്ങനെ അവർ BCE 6th സെഞ്ച്വറിയിൽ രാജഭരണം എന്താണ് അവസാനിക്കുകയുമാണ് ചെയ്തത്. ദെൻ എ ന്യൂ സിസ്റ്റം ഓഫ് ഗവർണൻസ് ഈസ് കോൾഡ് റിപ്പബ്ലിക്. അതിനുശേഷം റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പുതിയ ഭരണ സംവിധാനമായിരുന്നു റോമിൽ നിലനിന്നിരുന്നത്. ദെൻ ദ റൈസ് ഓഫ് ദ റിപ്പബ്ലിക് വാസ് ദ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ റോം. അപ്പോൾ അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന റോമിലെ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വഴിത്തിരിവാണ് എന്തെന്ന് പറയുന്നത്, റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നത്. Then here, note down the informations got from the Elena's description of ancient Rome. അതായത് ഈ ഏൻഷ്യൻ റോമിനെ കുറിച്ച് എലീന നൽകിയിട്ടുള്ള ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? റോം ഈസ് കൺസിഡേർഡ് ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. അതുപോലെ തന്നെ ദ മൊണാർക്കി വാസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ റോം ആൻഡ് ബൈ ദ 16th century BCE the monarchy ended and a new system of government called republic is came into existence. Okay, then here the next paragraph. In the Rome, republican instead of a king, governance was entrusted to elect officials called അതായത് കോൺസൽസ്. അതായത് റിപ്പബ്ലിക്കിൻ്റെ ഭരണ സംവിധാനത്തിന് അതിന് പകരം രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഭരണ ചുമതലയെല്ലാം നടത്തിയിരുന്നത്. അപ്പോൾ ആരാണ്? കോൺസൽ എന്ന് പറയുന്ന വ്യക്തികളാണ്. ഇൻ ഫസ്റ്റ് സെഞ്ച്വറി BCE ജൂലിയസ് സീസർ who held the office of consul entered the republican system and assumed the power as a dictator. അതായത് എന്താണ് നമ്മുടെ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ജൂലിയസ് സീസർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് 1ാം നൂറ്റാണ്ടിലെ റോമൻ റിപ്പബ്ലിക്കിൻ്റെ കോൺസൽ പദവി വഹിച്ചിട്ടുണ്ടായിരുന്നത്. ജൂലിയസ് സീസർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായ അധികാരം കൈയടക്കി എന്നും പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് വാസ് ഡ്യൂറിങ് ദ റീച്ച് ഓഫ് അഗസ്റ്റസ് ദാറ്റ് ദ Rome Republican transitioned completely into Roman Empire. With this, empire became supreme ruler. അതായത് അഗസ്തനിസിൻ്റെ കാലഘട്ടത്തിൽ, ആ ഭരണ കാലഘട്ടത്തിൽ റോമിൻ്റെ റിപ്പബ്ലിക് പൂർണ്ണമായിട്ടും എന്തായി റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ എംപയർ ആയിട്ട് മാറി. അതോടുകൂടി എന്താണ് ഈ ചക്രവർത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പരമോന്നതി ഭരണാധികാരിയായി മാറി എന്നും പറയുന്നുണ്ട്. ഓക്കെ, then next, the features of Roman Empire. The Roman Empire was a vast empire that spread across Europe, North Africa and Western Asia. അതായത് നോർത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ യൂറോപ്പ്, വെസ്റ്റേൺ ഏഷ്യ എന്ന് പറയുന്നതിൽ വിശാലമായി നിൽക്കുന്ന ഒരു എംപയർ ആണ് നമ്മുടെ റോമൻ എംപയർ എന്ന് പറയുന്നത്. Then second feature, the Roman Empire were known as Princip, the first citizen. അതായത് ഈ റോമൻ ചക്രവർത്തിമാരെ പറയുന്നത് പ്രിൻസിപ്പ് എന്നാണ്, ആദ്യ പൗരൻ
എന്നാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. ദെൻ നെക്സ്റ്റ്, ദ സിസ്റ്റം ഓഫ് ഗവർണൻസ് ലെഡ് ദ പ്രിൻസിപ്പ് കോൾഡ് ദ പ്രിൻസിപ്പേറ്റ്. അതായത് പ്രിൻസിപ്പ് എന്ന തലവനായ റോമൻ ഭരണ സംവിധാനത്തെയാണ് പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ്, ഫോർത്ത്, അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം. അതായത് അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം സ്ഥാപിച്ചിട്ടുള്ളത്. ദെൻ ദർ വർ എ സ്ട്രോങ് ആർമി ദാറ്റ് ഡിഡ് സർവീസ് ഫോർ റെഗുലർ വേജ്. അതായത് എല്ലാ ദിവസവും വേതനം കൈപ്പറ്റിയിട്ടുള്ള ഒരു സേവനമായിട്ട് വളരെ ശക്തിയായിട്ടുള്ള സൈന്യം അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ്, കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് റോമിൻ്റെ സാംസ്കാരിക കോൺട്രിബ്യൂഷൻസ്, സംഭാവനകളെ കുറിച്ചാണ് പറയുന്നത്. Contributions of Rome remains in areas such as language, literature, art and urban planning. അതായത് ലാംഗ്വേജ്, ഭാഷ, ലിറ്ററേച്ചർ, സാഹിത്യം, അതുപോലെ തന്നെ കല, അതുപോലെ തന്നെ അർബൻ പ്ലാനിങ് എന്ന് പറയുന്നത് നഗരാസൂത്രണം എന്നൊക്കെ പറയും. അതുപോലെയുള്ള മേഖലകളിലെല്ലാം എന്താണ് റോമിൻ്റെ സംഭാവനകൾ, കോൺട്രിബ്യൂഷൻ നിലനിന്നിട്ടുണ്ട്. ദ ആക്വഡക്റ്റ് വിച്ച് ഹാസ് ആർക്കഡ് കനാൽസ് ബിൽഡ് ഇൻ ടു സപ്ലൈ വാട്ടർ ആൻഡ് എ വാസ്റ്റ് ആൻഡ് ഓപ്പൺ വെന്യൂ കോൾഡ് കൊളോസിയം ആർ ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് റോം. അതായത് എന്താണ് പറയുന്നത്, വെള്ളം സപ്ലൈ ചെയ്യാൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കമാനകൃതിയിലുള്ള, അതായത് അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്ത പേജിൽ. അതായത് കമാനകൃതിയിലുള്ള കനാലുകളാണ് അക്വഡക്റ്റുകൾ എന്ന് പറയുന്നത്. വളരെ വിശാലമായ അതുപോലെ തന്നെ നമുക്ക് തുറന്ന വേദിയുമായിട്ടുള്ള അതായത് കൊളോസിയം എന്ന് പറയുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക സംഭാവനകളാണ്. അപ്പോൾ അതിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത്, അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് 2.3, 2.4. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അക്വഡക്റ്റും അതുപോലെ തന്നെ കൊളോസിയം എന്ന് പറയുന്നതുമാണ് അവിടെ ചിത്രം കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് അവിടെ ഒരു ബോക്സിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് ചോദ്യം, അതായത് മേക്ക് എ നോട്ട് ഓൺ ദ ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ റോമിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന വ്യത്യസ്ത തരം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ സംവിധാനങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എഴുതാം, ദ Roman Empire was an administrative system that ruled a large area. The Rome began as a city-state and later grew into an empire that controlled the regions of Italy and surrounding countries. The Roman Empire had a great influence in the Mediterranean region for the centuries. Roman Empire had two main periods. അതായത് രണ്ട് മെയിൻ ആയിട്ടുള്ള പീരീഡുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദാറ്റ് വാസ് റിപ്പബ്ലിക്. ഡ്യൂറിങ് ദിസ് പീരീഡ് റോം വാസ് റൂൾഡ് ഇൻ എ ഡെമോക്രാറ്റിക് മാനർ. ദെൻ എംപയർ. ഡ്യൂറിങ് ദിസ് പീരീഡ് Rome was ruled under an empire. The empire had all powers. Then the Roman Empire lasted for about 500 years. Later the empire weakened and collapsed due to the various reasons. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റേറ്റ് ഫോർമേഷൻസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന സ്റ്റേറ്റുകൾ, അതായത് സ്റ്റേറ്റ് ഫോർമേഷനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ദെൻ ഹിയർ വിവൻ റെപ്രസെൻറ്റ് ഇന്ത്യ ഇൻ ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. ലെറ്റ്സ് ലിസൺ ടു വിവാൻസ് ഡിസ്ക്രിപ്ഷൻ. അതായത് നമുക്ക് വിവാൻ്റെ വിവരണം നോക്കാം. അതായത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് പറയുന്ന കുട്ടിയാണ് വിവാൻ എന്ന് പറയുന്നത്. ഹിയർ ദ എക്സ്ട്രാക്ട് ഓഫ് ഡിസ്ക്രിപ്ഷൻ. Hello, I'm Vivan. Represent India in this program. ഞാൻ വിവൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് റെപ്രസെൻറ്റ് ചെയ്തെന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. You might have heard about the Harappan civilization that flourished along the Indus River and its tributaries. അപ്പോൾ നമ്മൾ ഉന്നത പാഠത്തിൽ പഠിച്ചതാണ് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? Then the Aryans settled in the Sapta-Sindhu region, the northwestern part of India subcontinent around 1500 BCE. അതായത് BCE 1500 BCEയിൽ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ആര്യന്മാർ ഇന്ത്യയിലുള്ള സബ് കോണ്ടിനെൻ്റ് എടുത്ത് വെസ്റ്റേൺ പാർട്ടിലേക്ക് വരികയും സപ്തസിന്ധു റീജിയനിലേക്ക് അധിവാസം ഉറപ്പിക്കുകയും ചെയ്തത്. Then, the discovery and the use of iron led to the expansion of agriculture and increased production. Surplus production led to the development of trade centers. These trade centers later evolved into urban centers. Janapadas formed centered around these urban centers. അതായത് അയേൺ, അതായത് നമ്മൾ എന്താ പറയുന്നത്
ഇവിടെ പറയുന്നത് അയേണിൻ്റെ ആ കണ്ടുപിടുത്തവും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗവും അഗ്രികൾച്ചറിൻ്റെ ആ ഒരു എക്സ്പാൻഷനും ഒക്കെ ഒരുപാട് പ്രൊഡക്ഷൻ കൂട്ടാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് കച്ചവട കേന്ദ്രങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇതുവഴി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്തു ജനപദകൾ രൂപപ്പെട്ടു. ജനപദാസ് വാസ് ഫോംഡ്. ഓക്കെ, ബേസ്ഡ് ഓൺ വിവാൻസ് ഡിസ്ക്രിപ്ഷൻസ് ഐഡന്റിഫൈ ദ ഹിസ്റ്റോറിക്കൽ പാത്വേ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഗ്രോത്ത് ഓഫ് ജനപദാസ് ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് ഗിവൺ ബിലോ. അതായത് ഈ തന്നിട്ടുള്ള ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഈ ജനപദങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു വളർച്ചയുടെ ഒരു പാത്വേ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഹിയർ ജനപദാസ് എന്ന് ആദ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ എന്താണ് കൂടിയത്? സർപ്ലസ് പ്രൊഡക്ഷനായി. അതുപോലെ തന്നെ ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ, ദെൻ ഡിസ്കവർ ആൻഡ് യൂസ് ഓഫ് അയൺ, ദെൻ trade centers, then formation of cities. അപ്പോൾ ഇങ്ങനെയാണ് ഈ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. Then next topic, from ജനപദാസ് to മഹാജനപദാസ്. അതായത് ജനപദകളിൽ നിന്ന് എങ്ങനെയാണ് മഹാജനപദാസ് അതിനെ കുറിച്ചിട്ടാണ്, അതിലേക്ക് പോകുന്നതിനെയാണ്. You have seen that in ancient India ജനപദാസ് emerged around urban centers. അപ്പോൾ നമുക്കറിയാം പുരാതന ഇന്ത്യയിൽ നഗരങ്ങൾ, അതായത് എന്താ പറയുക സിറ്റീസ്, അർബൻ സെൻറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനു കേന്ദ്രീകരിച്ചിട്ടായിരുന്നു? ജനപദകളെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. Fertile river banks and abundant forest made certain ജനപദാസ് more powerful. അതായത് ഫലഭൂയിഷ്ഠമായ റിവർ ബാങ്ക്സ്, നദീതടങ്ങളും അതുപോലെ തന്നെ വളരെ സമൃദ്ധമായിട്ടുണ്ടായിരുന്ന വനമേഖലകളുമൊക്കെ ജനപദകളെ കൂടുതൽ ശക്തരാക്കാൻ സഹായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദ സ്ട്രോങ്ങർ ജനപദാസ് വിച്ച് കോൺകേർഡ് നൈബറിംഗ് ജനപദാസ് ഇവോൾവ് ഇൻ ടു മഹാജനപദാസ്. അതായത് ഇങ്ങനെ അവരെന്ത് ചെയ്തു, ഇങ്ങനെയുള്ള ജനപദാസ് മറ്റുള്ളവരുടെ സമീപ പ്രദേശത്തുള്ള നൈബറിംഗ് ജനപദാസിനെ എന്ത് ചെയ്തു, ജനപദങ്ങളെ കീഴടക്കിയിട്ട് അവരൊരു മഹാജനപദാസായി മാറിയിട്ടുണ്ട്. ദിസ് പീരീഡ് ഓഫ് മഹാജനപദാസ് ഈസ് നോൺ ആസ് ദ സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ, അതായത് രണ്ടാം നഗരവൽക്കരണം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയൊക്കെ ചോദിക്കും. ദെൻ ഹിയർ ജനപദാസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ജനപദ മീൻസ് ദ ലാൻഡ് വേർ പീപ്പിൾ റിസൈഡ്, പീപ്പിൾ ഹു എസ്റ്റാബ്ലിഷ് അഗ്രികൾച്ചർ ഫീൽഡ് ആൻഡ് റെസിഡൻഷ്യൽ സോൺ in resources rich areas started to settle there. This is how ജനപദാസ് were formed. അപ്പോൾ എങ്ങനെയാണ് ജനപദകൾ അതിനെ രൂപപ്പെട്ടത് എന്നതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജനപദം എന്ന് പറയുന്നത് ഒരു ജനത്തിന്, അതായത് അവിടെ എന്താ പറയുക അധിവസിക്കുന്ന ഒരു സ്ഥലത്തെയാണ്, അതാണ് അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള കൃഷിയിടങ്ങൾ, താമസ മേഖലകളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയാണ് ഈ ജനപദാസ് എന്ന് ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ പറഞ്ഞു ജനപദാസിനെ കുറിച്ചിട്ട് അവരുടെ 16 മഹാജനപദാസിൻ്റെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് വായിക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ്? മഗധ റോസ് ടു പ്രോമിനൻസ്. അതായത് മഗധ വളരെയധികം ശക്തമായിട്ട് ആകുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻ ദ 16th century BCE among the 16 ജനപദ മഹാജനപദാസ് മഗധ became a prominent force. അതായത് 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, കൂടുതൽ ശക്തരായിട്ട് മാറിയത് അതിൽ ആരാണ്? മഗധയാണെന്നാണ് പറയുന്നത്. ഒബ്സർവ് മാപ്പ് 2.2 ആൻഡ് ഫൈൻഡ് ഔട്ട് മഗധാസ് ലൊക്കേഷൻ. അപ്പം നമുക്ക് താഴെ അടുത്ത പേജിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ മഗധ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് മഗധ എന്ന് പറയുന്നത്. Then let's examine the factors that helped Magadha's emergence as a prominent Mahajanapadas. അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ മഗധയെ ഒരു വലിയ സ്ഥാനം, നല്ല പ്രബലമായിട്ടുള്ള ഒരു മഹാജനപദ ആകുന്നതിന് സഹായിച്ചിട്ടുള്ള ഫാക്ടേഴ്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് മഗധ. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് മിലിറ്ററി. വളരെ ശക്തമായിട്ടുള്ള ഭരണാധികാരികളും അതുപോലെ തന്നെ മിലിറ്ററി, അതായത് സൈന്യവും ഉണ്ടായിരുന്നു. ഫെർട്ടിലിറ്റി ഫ്രം ദ പ്രോക്സിമിറ്റി ടു ദ ഗംഗാസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗയും അതുപോലെ തന്നെ അതിൻ്റെ നദികളും അതായത് കൊണ്ടുണ്ടായിട്ടുള്ള ഫലഭൂയിഷ്ഠത. ദെൻ പ്രസൻസ് ഓഫ് അയൺ ഓർ ആൻഡ് മാനുഫാക്ചറിങ് ആൻഡ് യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ടൂൾസ്. അതായത് അയണിൻ്റെ കണ്ടുപിടുത്തവും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗവും അതുമൂലം ഉണ്ടായിട്ടുള്ള വെപ്പൻസും ടൂൾസും. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. അതായത് അഗ്രികൾച്ചറിലും ട്രേഡിലും വന്നിട്ടുണ്ടായിരുന്ന പുരോഗതി. അപ്പോൾ ഇതൊക്കെയാണ് മഗധയെ ഒരു വളരെ ബിഗ് ആയിട്ടുള്ള, അതായത് പ്രോമിനൻ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
പറയുന്നത്. ഇനീഷ്യലി എന്താണ് ഇവിടെ പറയുന്നത്, ഇവിടെ ഇനീഷ്യലി രാജഗൃഹ ഇൻ ബീഹാർ ആൻഡ് ലേറ്റർ പട്ടാലിപുത്ര ദെൻ പട്ന സെർവ് ആസ് ദി ക്യാപിറ്റൽ ഓഫ് മഗധ. അതായത് തുടക്കത്തിൽ രാജഗൃഹ എന്ന് പറയുന്ന ബീഹാറിലുള്ള സ്ഥലവും പിന്നീട് ഏതേതുമായി പാടലിപുത്രം അതായത് പട്ന എന്നതായിട്ടാണ് മാറിയിട്ടുള്ളത്, അതായത് തലസ്ഥാനം ക്യാപിറ്റൽ. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക. അത് നെക്സ്റ്റ് ദ മൗര്യ കിങ്ഡത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻ 321 BCE ചന്ദ്രഗുപ്ത മൗര്യ ഡിഫീറ്റഡ് ദാനദണ്ഡ ദ റൂളർ ഓഫ് മഗധ ആൻഡ് ക്യാപ്ചർഡ് ദ പവർ. ഇറ്റ് വാസ് ചന്ദ്രഗുപ്ത മൗര്യ ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മൗര്യ കിങ്ഡം ബൈ അനക്സിംഗ് നൈബറിംഗ് റീജിയൻസ് ടു മഗധ. അതായത് BCE 321 മഗധയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ധനാനന്ദ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അതായത് ധനാനന്ദരെ പരാജയപ്പെടുത്തിയിട്ട് ചന്ദ്രഗുപ്ത മൗര്യ എന്തായത് മഗധയിൽ അധികാരം പവർ എടുത്തു. അതായത് മഗധയോടൊപ്പം തന്നെ അദ്ദേഹം മറ്റുള്ള സ്ഥലങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയുണ്ടായി. Kautilya was also known as Chanakya, his minister who helped Chandragupta Maurya to transform Magadha into expansive kingdom and establishing an efficient administrative system. അതായത് എന്താണ് ഇവിടെ പറയുന്നത്, അതായത് കൗടില്യ അഥവാ ചാണക്യ എന്ന് പറയുന്ന മന്ത്രിയുടെ സഹായത്തോടൊപ്പമാണ് ചന്ദ്രഗുപ്ത മൗര്യ ഈ മികച്ച ഒരു ഭരണ സംവിധാനത്തിലൂടെ മഗധയെ വളരെ വിശാലമാക്കിയ രാജ്യമാക്കാൻ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്, കൗടില്യൻ, അതായത് ചാണക്യൻ എന്ന് പറയുന്ന വ്യക്തി. Then Ashoka, the eminent Mauryan ruler, expanded the kingdom further by conquering regions like Kashmir and Kalinga, present day of coastal Odisha. Observe the vastness of the Maurya kingdom from the map 2.3. Then here മൗര്യ രാജ്യത്തിലെ മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു ആര്, അശോകൻ എന്ന് പറയുന്നത്. അദ്ദേഹം കാശ്മീർ അതുപോലെ തന്നെ കലിംഗ, അതായത് ഇന്നത്തെ പ്രസന്റ് കോസ്റ്റൽ ഒഡീഷയാണ്, അതായത് കടലോര പ്രദേശമാണ് ഒഡീഷയിൽ, അത് കീഴടക്കുകയും അതുപോലെ തന്നെ രാജ്യത്തെ കുറച്ചും കൂടി വികസിപ്പിക്കുകയും ചെയ്തു. അതായത് ഇവിടെ താഴെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കാനാണ് മൗര്യ രാജ്യത്തിൻ്റെ ആ ഒരു എക്സ്പാൻഷനെ കുറിച്ചിട്ട്. ഇപ്പോൾ വളരെ ഒരുപാട് സ്ഥലം തന്നെ അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഹിയർ. ദെൻ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ആ ബോക്സിൽ. Discuss and prepare a note on how Magadha, which has Mahajanapadas, grow into a powerful Maurya kingdom. അപ്പോൾ എങ്ങനെയാണ് മഹാജനപദയിലുള്ള മഗധ വളരെ ശക്തമായിട്ടുള്ളൊരു മൗര്യ കിങ്ഡമായിട്ട് വളർന്നത് എന്നതിനെ ഒരു കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതിയാലും ഇതിൻ്റെ ഉത്തരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അത് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനോട് കൂടെ ചേർത്തിട്ട് എഴുതുക. The growth of Magadha was mainly due to the iron industry and its manufacturing iron was very helpful and to increase the strength of the army. Magadha was also able to dominate the other great nations to the manufacturing of war equipments. ദെൻ അടുത്ത ടോപ്പിക്കാണ് ഫിലോസഫേഴ്സ് ഓഫ് ഏൻഷ്യൻ ഇന്ത്യ. അതായത് ഏൻഷ്യൻ ഇന്ത്യയിൽ, പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഫിലോസഫേഴ്സ്, അതായത് ദർശനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വി ഹാവ് സീൻ ദാറ്റ് ദ സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ. നൗ ലെറ്റ്സ് ബിക്കം ഫെമിലിയർ വിത്ത് സം ഫിലോസഫേഴ്സ് ദാറ്റ് എമർജ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലുണ്ടായിരുന്ന ആദ്യകാല രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില ദർശനങ്ങൾ, ഫിലോസഫേഴ്സ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. ഫസ്റ്റ് വൺ ജൈനിസമാണ്. ജൈന മതം എന്നൊക്കെ പറയും. ജൈനിസം വാസ് എ ഫിലോസഫി ദാറ്റ് എമേർജ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ 16th century BCE. It was propagated by Vartamana Mahavira. He was 20th Tirthankar of Jainism. He is also known as Jina, meaning the conqueror of worldly desires. അതായത് BCE 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു ഫിലോസഫേഴ്സ് ആയിരുന്നു ജൈനിസം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രചരിപ്പിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, വർത്തമാന മഹാവീരയാണ്. അദ്ദേഹം 24ാമത്തെ തീർത്ഥഗ്രന്ഥമായിട്ടുള്ള വർത്തമാന മഹാവീരയാണ്. അതുപോലെ തന്നെ എന്താണ്, ലൗകിക സുഖങ്ങളെ കീഴടക്കിയവർ എന്ന അർത്ഥം വരുന്ന ജീനൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ജീനൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയേക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലൗകിക സുഖങ്ങളെ കീഴടക്കുന്നവൻ എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദെൻ ഹിയർ ഐഡിയൽസ് ഓഫ് ജൈനിസം. ജൈന മതത്തിൻ്റെ അല്ലെങ്കിൽ ആ ജൈനിസത്തിൻ്റെ ഐഡിയൽസ്, ആശയങ്ങളെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക. ഹിയർ ഓൾ തിങ്സ് ഹാവ് ലൈഫ്. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. അതൊക്കെയാണ് അവരുടെ ആശയങ്ങൾ. ഓക്കെ, ദെൻ നോ ലിവിങ് തിങ്സ് ഷുഡ് ബി ഹാംഡ്. അഹിംസ, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ദെൻ ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ. കളവ് പറയരുത്, മോഷ്ടിക്കുകയരുത്. പ്രാക്ടീസ് റൈറ്റ് ബിലീവ്സ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. ത്രിതങ്ക, അതായത്
ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ നമ്മൾ പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതൊക്കെയായിരുന്നു ജൈനമതം, ചൈനീസത്തിൻ്റെ ഐഡിയൽസ്, ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇവിടെ തീർത്ഥങ്കരർ എന്നെഴുതിയിട്ടുണ്ട്. ദെൻ അത് എന്താണ് പറയുന്നത്? ദ ടേം ഓഫ് ത്രിദങ്കര മീൻസ് ഹൂ വർ അറ്റൈൻ ദ വിസ്ഡം ത്രൂ ദ എസ്തെറ്റിക്കം അക്കോർഡിംഗ് ടു ജൈൻ ബിലീഫ്. There were 24 ത്രിദങ്കരാസ്. അതായത് ഇവിടെ അവരുടെ ജ്ഞാനം നേടിയവർ എന്നതാണ് ത്രിദങ്കര എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അവരുടെ പ്രകാരം 24 ത്രിദങ്കരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇവിടെ. അടുത്തൊരു ഫിലോസഫേഴ്സ് ആണ് ബുദ്ധമതം, അതായത് ബുദ്ധിസം എന്ന് പറയുന്നത്. ഹിയർ ഫിഗർ 2.6 ഗൗതമ ബുദ്ധൻ്റെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ബുദ്ധിസം വാസ് ദ അനദർ മേജർ ഫിലോസഫി ദറ്റ് എമേർജ്ഡ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ. അതായത് പണ്ട് കാലത്തുള്ള ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിയാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫൗണ്ട് ബൈ ഗൗതമ ബുദ്ധ. അത് ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഗൗതമ ബുദ്ധയാണ്. ഹിസ് ഒറിജിനൽ നെയിം വാസ് സിദ്ധാർത്ഥ. സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ യഥാർത്ഥ പേര്. ദെൻ ആഫ്റ്റർ ദ അറ്റൈനിങ് എൻലൈറ്റനിങ് അറ്റ് ബോധ് ഗയ ഇൻ ബീഹാർ ഹി ബിക്കെയിം ദ നോൺ ആസ് ഗൗതമ ബുദ്ധ. അതായത് അദ്ദേഹം ബീഹാറിലുള്ള ബോധഗയയിൽ വെച്ചിട്ട് ജ്ഞാനോദയം എന്ന് പറയുന്ന എന്താ പറയുക ഒരു ബോധ് ഗയയിൽ ഒരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നേടിയിട്ടുള്ളതാണ് ഈ ഗൗതമ ബുദ്ധ എന്നറിയപ്പെടുന്നത്. ഐഡിയൽസ്, അവർക്കും ഓരോ ഐഡിയൽസ് ഉണ്ട്. 4 എണ്ണമാണ്. എന്താണ്? ഡു നോട്ട് ഹാം അതേഴ്സ്, അതായത് മറ്റുള്ളവരെ ഹാം ചെയ്യരുത്, ഉപദ്രവിക്കുകയരുത്. ഡു നോട്ട് ലൈ, അതായത് കളവ് പറയരുത്. ബി ഹോണസ്റ്റ്, സത്യസന്ധമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ അത് നിലനിർത്തുക. ദെൻ ഡു നോട്ട് കവേർട്ട് അതേഴ്സ് വെൽത്ത്, അതായത് മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഈ 4 കാര്യങ്ങളായിരുന്നു അവരുടെ ഐഡിയൽസ് ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നവരുടെ ആശയങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ബുദ്ധിസത്തിൻ്റെ ആശയങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ ഐഡിയൽസ് ഓഫ് ജൈനിസം പഠിച്ചു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ കമ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഹിയർ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ എന്താണ്? ചാർവക ഫിലോസഫി ആണ്. അനദർ ഫിലോസഫി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ വാസ് ചാർവക ഫിലോസഫി. ഇറ്റ് വാസ് നോൺ ആസ് ദ ലോകായുക്ത. ചാർവക ഫിലോസഫി ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് എൻക്വയറി റദർ ദാൻ ഓഫ് ബിലീഫ്. അതായത് ഇന്ത്യയിൽ നിലനിന്നതുണ്ടായിരുന്ന മറ്റൊരിതാണ് ചാർവക ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ ലോകായുധ എന്നറിയപ്പെട്ടിരുന്നു. അതായത് വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക ദർശനമായിട്ട് പറയുന്നത്. വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്വേഷിക്കുക എന്നതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദിസ് ചാപ്റ്റർ. ഫ്രം ദ 16th century BCE onwards, new perspectives began to frame in all the dominance of human life across the world. In this lesson, we discuss the political and philosophical development that took place in different parts of the world during this period. We have become familiar with the changes that happened in the field of such state formation, administrative system, and cultural advancement. In the following lessons, we will further explore the characteristics and unique features of different states and their administrative system. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിനെ അവസാനിച്ചിട്ടുണ്ട്, അതിനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ മനുഷ്യ ജീവിതത്തിൻ്റെ മേഖലകളെ കുറിച്ചിട്ടുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പീരീഡിൽ കാലഘട്ടത്തിൽ ലോകത്തിൽ വിവിധങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള പാഠമാണിത്. ദെൻ ഹിയർ നമ്മളിങ്ങനെ തുടർന്നുള്ള പാഠങ്ങളിലും എന്തൊക്കെയാണ് രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഫീച്ചേഴ്സ് അതേപോലെ സ്പെഷ്യാലിറ്റീസ് ഒക്കെയാണ് നമ്മൾ തുടർ പാഠങ്ങളിലും പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതൊക്കെ കുറച്ചും കൂടി ശക്തി കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പകുതി ആയിട്ട് കണ്ടിട്ട് വേണം പഠിക്കാൻ. എല്ലാതും കൂടി നിങ്ങൾക്ക് തലയിൽ പെട്ടെന്ന് കയറണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചായി പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ചാപ്റ്റേഴ്സ് മൊത്തം, അതിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമായവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ പാഠം മൊത്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.